പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു വഴിയിൽ റോഡ് സൈഡാണ്. റോഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ അടിപൊളിയായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതവിടെ നിർത്തിയിട്ട് യെസ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2021-2024 വയൽപീടിക ഇടിഞ്ഞകടവ് റോഡാണ്. ഇടിഞ്ഞകടവ് റോഡാണിത്. ഈ പുതിയ റോഡിൻ്റെ സൈഡിലായിട്ട് അടിപൊളി ചീര നട്ടിട്ടുണ്ട്. ഇതാ റോഡിൻ്റെ രണ്ട് സൈഡും ടാറിങ്ങും കഴിഞ്ഞ് കോൺക്രീറ്റിൻ്റെ സൈഡും കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം രണ്ട് ഭാഗമായിട്ട് നല്ല അടിപൊളി ചീര. നോക്കി നോക്ക്, എന്താ രസം അല്ലേ. നമ്മളെ നാട്ടിലൊക്കെ ചെടിയൊക്കെ നട്ടെ, അതിന് പകരം ഇവിടെ ഒരു ചീര നട്ടെ. അടിപൊളി. റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചീര എന്ത് രസമാണ് കാണാൻ. രണ്ട് സൈഡിൽ നിന്ന് നല്ല ചുവപ്പ് ചീര. സൂപ്പറല്ലേ. ഈ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നത്. വേറെന്തായിരുന്നു? പ്രമോട്ട ഈ പരിപാടി പച്ചക്കറീൻ്റെ ഒക്കെ കൃഷി തുടങ്ങി കുറേ ആയോ? ഇപ്പോൾ ഒരു 4 വർഷമായി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് തൃക്കുരിശ്ശേരി വയൽപീടിയ വലിയ കണ്ടം. വലിയ കണ്ടം എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു കൃഷി തുടങ്ങാനുള്ള ഒരു ഇതെന്താ? പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. സ്ഥലം കണ്ടേര് ഇതൊരു ഡിസ്പ്ലേക്ക് ഇടാന്നുള്ള രീതിയിൽ ഫസ്റ്റിലിട്ട് 2 കൊല്ലം കൊണ്ട് 80-90 പ്രാവശ്യം ഇട്ടത് ഇതിലോട്ട്. നല്ല വെയിൽ കാച്ചിലുള്ള സ്ഥലം. ഭയങ്കര ഹൈറ്റ് ആയിട്ട് വരും. ഇത് ഇത്ര ഹൈറ്റ് വരും. അത്ര ഹൈറ്റ് വരും. ഒരു ആഴ്ച വേണ്ടു ആണല്ലേ. ഇതിൽ വണ്ടി പോകുമ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ ഈ ചീരയും അതിൻ്റെ നടക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ആരാണ് കുറച്ചുകൂടി ഇത്ര ഹൈറ്റ് നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ സ്വയം തന്നെ സ്ഥലം കണ്ടിട്ട് ഈ ഗ്യാപ്പില്ലേ, പിന്നെ ഇവരായിട്ട് പൊതുവരാത്തിന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ടാക്കാം ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒരു പെർമിഷൻ എന്തായാലും നമ്മള് വേറൊന്നല്ല. പിന്നെ ഒരു സ്ഥിരമായിട്ട് എന്ത് ചെയ്യാ ഇവിടുത്തെ കസ്റ്റമർ ഇപ്പൊ ഓഫീസിലുള്ള ആളുകൾ എല്ലാം വന്നിട്ട് വാങ്ങിക്കും. വേറെന്താ കൃഷിയുള്ള ഞങ്ങൾക്ക് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ പടവലം, വെണ്ട, മത്ത, ഇളവ, പിന്നെ നമ്മളെ കറാച്ചി വത്തൊക്കെ ഇല്ലേ, അതും ഇവിടെ വലിയ സക്സസ് ആയിരുന്നു. അതപ്പുറത്ത് സാധനം കൂടുതൽ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യാ, പിന്നെ ഒന്ന് തൃശ്ശൂർ പാലത്തിന്റെ അടുത്തുള്ള അവിടെ വെക്കും. പിന്നെ ഷെഡില്ല, അതാ ഇവിടെ ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ. നാടൻ പച്ചക്കറി ഇതെല്ലാം കയ്പേന്റെ ഇതായിരുന്നു. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ ഇത് കക്കിരി ഇല്ലേ, കക്കിരിയും വെള്ളരിയും ഉണ്ട് അല്ല കക്കിരി ഇപ്പൊ ഇവലെ ഇത് കഴിഞ്ഞ് കയ്പ ഒരു ഘട്ടം കഴിഞ്ഞ് 2 ഘട്ടം കഴിഞ്ഞ് കയ്പ ഈമല്. പിന്നെ അവിടെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഫുള്ളായിട്ട് ചീരിയായിരുന്നു. ഇത് ഫുള്ള് ഇതിപ്പോ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം വിത്തിട്ട് രണ്ടാമത് ഇനിയിപ്പോ ഒരു പ്രാവശ്യം ഇട്ടുവിടും. ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞാൽ ഓണത്തിനേക്കുള്ള പൂവില്ലേ, പൂക്കൃഷി, അതായിരിക്കും ഈ 2 സൈഡിൽ കൂടി ഉണ്ടാവുക. ചെട്ടി 2 ഭാഗത്തും മഞ്ഞയും ചുവപ്പുമായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതിനൊരു ഗ്യാപ്പ് ഇവിടെ ഇട്ടില്ലേ? ആ ഗ്യാപ്പ് ഉണ്ട്. അല്ല ഇതിപ്പോ എടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് ഇടും. അത് ഓണത്തിനേക്കുള്ള അല്ല ഇതൊക്കെ നടാനുള്ള ഡിസ്റ്റൻസ് ആദ്യം വെക്കും. എന്തായാലും നല്ലൊരു ആശയാണ്. എന്തായാലും അടിപൊളി. അവിടെ ഉണ്ട് വലിയ അതുകൊണ്ട് അതാ പിന്നെ കൂടുതലുള്ളത് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ്. ആണല്ലേ. അത് മൊത്തം ഏരിയ അങ്ങനെ തന്നെ ഫുൾ ചീര. ഇത് ആരെങ്കിലും പറിച്ചാൽ കൊണ്ടുപോകും? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു സാമൂഹ്യ വിരുദ്ധ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇവിടെ ഇല്ല. നാട്ടുകാർ നല്ല സഹകരണം. ഇല്ല ഇതുവരെ ഇപ്പൊ എത്ര വർഷമായി? 4 വർഷമായില്ലേ ഈ റോഡ് സൈഡിൽ കൃഷി ചെയ്യുന്നത്. ഒന്നും പറഞ്ഞിട്ട് നല്ല അഭിപ്രായം എല്ലാവർക്കും, നാട്ടുകാർക്കും പോകുന്ന വരുന്നോലിക്കല്ലോ. പിന്നെ ഇത് കണ്ടിട്ട് ചീരക്ക് വരുന്ന നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വിൽപ്പന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്ത് അവിടെ വലിയ സ്ഥലത്ത് ഫുള്ള് ചീര ഈ പച്ചച്ചീര പച്ചയുണ്ട്. അതെല്ലാം അടിയുള്ളു. ഇത് ഫുള്ള് പച്ചയായിരുന്നു. വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതില്ലേ ബാക്കി വന്ന ബാലൻസ് ആണ് ഇപ്പൊ പൂത്തിട്ട് നിൽക്കുന്നത്. എന്നായിക്കോട്ടെ, കാണാം. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. ഇതുപോലുള്ള കൃഷിക്കാരൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.